കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യതലസ്ഥാനത്ത് മഹാറാലിക്കൊരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി പ്രകടനം കൂടിയായി മാറും. രാംലീല മൈതാനിയിൽ 28 പാർട്ടികളാണ് റാലിയിൽ പങ്കെടുക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗവും ജനങ്ങളെ വേട്ടയാടുന്ന പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പ്രതിഷേധം. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി പ്രകടനം തന്നെയായിരിക്കും നമ്മളെ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ എത്രത്തോളമായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഒരു കൂട്ടുറപ്പ് എന്നുള്ള കാര്യമൊക്കെ ഇന്നത്തെ റാലിയിൽ നിന്ന് പ്രതിഫലിക്കുമെന്നതിൽ സംശയമില്ല. ഒപ്പം തന്നെ ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വിവിധ പാർട്ടികൾ ഒറ്റയ്ക്കുയർത്തിയ വിഷയങ്ങൾ അവരൊന്നിച്ചുയർത്താൻ പോവുകയാണ്. ഇപ്പോൾ എത്രത്തോളം പങ്കാളിത്തമൊക്കെ ഉണ്ടാകുന്നുണ്ട് അവിടെ നടക്കുന്ന റാലിയിലേക്ക്? എല്ലാവരും എത്തിത്തുടങ്ങി, എങ്ങനെയാണ് കാര്യങ്ങൾ? പക്ഷെ അല്പസമയത്തിനകം തന്നെ ഈ മഹാറാലിക്ക് ഔദ്യോഗികമായുള്ള തുടക്കം ഉണ്ടാകും. 10:30 കഴിഞ്ഞിരിക്കുന്നു. ഈ രാംലീല മൈതാനിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയിലെ മന്ത്രിമാരായിട്ടുള്ള അതിശയും സൗരഭ് ഭരദ്വാജും ഇതിനോടകം തന്നെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് 27 പാർട്ടികളിൽ നിന്നായി വിവിധ നേതാക്കൾ അല്പസമയത്തിനകം തന്നെ വേദിയിലേക്ക് എത്തും. തുടർന്ന് ഔദ്യോഗികമായി തന്നെ ഈ മഹാറാലി ആരംഭിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. പ്രധാനമായിട്ടും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, അതുപോലെ തന്നെ ഹേമന്ത് സോറന്റെ അറസ്റ്റ്, കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു, അധികാരത്തിന് വേണ്ടി തന്നിഷ്ടത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളെ വേട്ടയാടുന്ന ചില പ്രശ്നങ്ങൾ കൂടി, അതായത് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഈ പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു ശക്തി പ്രകടനമാണ് ഇന്ന് രാംലീല മൈതാനിൽ വെച്ച് നടക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഉച്ചയ്ക്ക് 1 മണിയോടെ അല്ലെങ്കിൽ 12 മണിയോടുകൂടി ആയിരിക്കും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വേദിയിലെത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, സുനിത കെജ്രിവാൾ വേദിയിലേക്ക് എത്തും. ED കസ്റ്റഡിക്ക് അകത്ത് വെച്ച് അരവിന്ദ് കെജ്രിവാൾ രാജ്യത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു സന്ദേശം, ആ സന്ദേശം അവർ ഇന്ന് ഈ വേദിയിൽ വെച്ച് വായിക്കുമെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ED കസ്റ്റഡിക്ക് അകത്ത് വെച്ച് അരവിന്ദ് കെജ്രിവാൾ തയ്യാറാക്കിയ സന്ദേശം ഇന്ന് ഇന്ത്യ റാലിയിൽ വെച്ച്, ഈ മഹാറാലിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ പത്നി സുനിത കെജ്രിവാൾ വായിക്കും ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള കാര്യം കൂടി ഇതിനോടകം വ്യക്തമാക്കുന്നു. വലിയ ഒരു ജനപങ്കാളിത്തം, ഏകദേശം 20,000 ആളുകളെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആയിരങ്ങൾ ഇതിനോടകം തന്നെ ഈ വേദിയിലേക്ക്, രാംലീല മൈതാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അടുത്ത മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം ഈ പ്രദേശത്തേക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇതിനോടകം വ്യക്തമായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമായി കാണാൻ സാധിക്കും ഏത് തരത്തിലാണ് ഈ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കും ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. വലിയ രീതിയിൽ ആയിരങ്ങൾ തന്നെ പങ്കെടുക്കുന്നുണ്ട്. അത് ഉത്തർപ്രദേശിൽ നിന്നും, പഞ്ചാബിൽ നിന്നും, ഹരിയാനയിൽ നിന്നും, ഒപ്പം ഡൽഹിയിൽ നിന്നുള്ള വിവിധ പ്രവർത്തകരാണ്, ഈ പാർട്ടി പ്രവർത്തകരാണ്. കൂടുതൽ എണ്ണത്തിൽ ആം ആദ്മി പ്രവർത്തകരാണെങ്കിൽ പോലും സമാജ്വാദി പാർട്ടിയിൽ നിന്നും, കോൺഗ്രസിൽ നിന്നും, തൃണമൂൽ കോൺഗ്രസിൽ നിന്നും അടക്കം പ്രവർത്തകർ എത്തുന്നുണ്ട് എന്നുള്ള പ്രത്യേക ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ സീറ്റ് ഷെയറിംഗ് ഫോർമുലയൊന്നും വെസ്റ്റ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ ഫലിച്ചില്ലെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധികളും ഇന്നത്തെ റാലിയിൽ തീർച്ചയായും വിഭജനത്തിൽ നിന്നൊക്കെ പിന്മാറുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും ഒരു പങ്കാളിത്തം ഈ രാംലീല മൈതാനിൽ നടക്കുന്ന മഹാറാലിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായിട്ടുള്ള തുടക്കമാകും.